പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഇവിടെ നിർത്തിച്ച ദേവമാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് വിജിൻ രാജ് TS. ഇതെൻ്റെ വൈഫ് സുജിന. നമ്മുടെ കുഞ്ഞ് ഇവാൻഷ്യസ് വിജിൻ. മോനെ 6 മാസം ജനിച്ച് 6 മാസമായപ്പോൾ അവൻ്റെ ഹാർട്ടിലൊരു കുഞ്ഞു ഹോള് കണ്ടതായി പറഞ്ഞിട്ടുണ്ടായി. VSD എന്നൊരു കണ്ടീഷനായിരുന്നു അത്. അപ്പോൾ 6 മാസത്തിൽ അത് കണ്ടുപിടിച്ചിട്ട് 2 വയസ്സിനകത്ത് അത് മാറുമെന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞിരുന്നത്. ഓരോ 6 മാസവും ഓരോ വർഷവും വെച്ച് അതിൻ്റെ ചെക്കപ്പുകൾ ചെയ്തുകൊണ്ടിരുന്നു. അതിനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. ആ കണ്ടീഷൻ അതുപോലെ തന്നെ തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു കൃപാസനത്തിൽ ഒരു പ്രാവശ്യം വരികയുണ്ടായി. ചേട്ടനും വൈഫിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടനും എല്ലാവരും ഇവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യ പ്രാവശ്യം ഇവിടെ വരുന്ന സമയത്ത് ഉടമ്പടി എടുക്കാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോന് 4.25 വയസ്സായ സമയത്ത് നമ്മളിവിടെ ഇവിടെ വരികയും രാവിലെ തന്നെ വരികയും അതിൻ്റെ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടിയിൽ ആദ്യത്തെ കാര്യം മോൻ്റെ ഇതായിരുന്നു. മോൻ്റെ ഹാർട്ടിൻ്റെ ആ കുഞ്ഞു ഹോള് പൂർണ്ണമായി അടഞ്ഞ് മാതാവ് സഹായിക്കും, ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നും പറഞ്ഞ് നേർച്ചയുണ്ടായിരുന്നു. അതും പ്രകാരം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. വീട്ടിൽ പോയി എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിൽ അത് ഉൾക്കൊണ്ടു. അതുപോലെ തന്നെ നേർച്ച വസ്തുവായ തൈലവും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപ അവിടെ ഉണ്ടായി. 4.5 വയസ്സായപ്പോൾ മോൻ അടുത്ത ചെക്കപ്പിന് പോയ സമയത്ത് അവൻ്റെ ഹാർട്ടിൻ്റെ കുഞ്ഞു ഹോൾ പൂർണ്ണമായി അടഞ്ഞ് ദൈവം സഹായിച്ചു. അതിന് 1000 നന്ദി ദേവമാതാവിനും അതുപോലെ തന്നെ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ആ ഹോളിപ്പോൾ പൂർണ്ണമായി അടഞ്ഞു. മോനിപ്പോൾ 4.5 വയസ്സായി. 2 വയസ്സിൽ അടയുമെന്ന് പറഞ്ഞതായിരുന്നു, അത് അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് പൂർണ്ണമായി അടച്ചെന്ന് ദേവമാതാവിന് 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടായിരുന്നു. കാരുണ്യ പ്രവർത്തനം ഓരോ മാസവും ഞങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഞങ്ങൾ കഴിയുന്നതും ഈ ഒരു ചാരിറ്റി ട്രസ്റ്റിലോട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ആരും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കും അവരുടെ പഠിത്തത്തിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയിലുള്ളൊരു ചാരിറ്റിയാണ്. അപ്പോൾ അതിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആര് സഹായം ചോദിച്ചു വന്നാലും പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന പ്രകൃതമാണ് നമുക്കുണ്ടായിരുന്നത്. എൻ്റെ കുടുംബത്തിനെയും 1000 ഇനിയും നടത്തിക്കുന്ന ദൈവത്തിനും ആത്മീയ ജീവിതവും ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി പ്രാർത്ഥന രാവിലെയും വൈകിട്ടും എല്ലാം ചൊല്ലാറുണ്ട്. എല്ലാം ചെയ്യുന്ന രീതിയിലും ദൈവം നമ്മൾ ഇത്രത്തോളം നടത്തിയ ദൈവത്തിനും ദേവമാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട്, എൻ്റെ ദൈവമായ കർത്താവേ, ഞാനങ്ങേ നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. സങ്കീർത്തനം 30 2-ാം വചനമാണ്. നമ്മുടെ ഓരോ കുടുംബ പ്രശ്നങ്ങളിലും നമ്മുടെ കൂടെ നിന്ന് നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന കൃപാസനം അമ്മയോടാണ് ഈ മക്കൾ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൻ പ്രാർത്ഥിച്ചത് പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ സഹായിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഇന്ന് അമ്മയുടെ സന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ അനുഗ്രഹവും പ്രത്യേകിച്ചും ഈ രോഗസൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കുറവുകളെല്ലാം നിറവാക്കുന്ന ഒരു വലിയ ഉടമ്പടി പ്രാർത്ഥന പദ്ധതിയാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിനനുസരിച്ച് ഉള്ളൊരു ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. ആ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുമ്പോൾ ഈശോയുടെയും അമ്മയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് CSI ഡിനോമിനേഷനുള്ള മക്കളാണ്. മാതാവിലൊന്നും അധികം വിശ്വാസമില്ല. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ കൃപാസനം അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മക്കൾ ആത്മീയ ജീവിതത്തിലും കാരുണ്യ പ്രവർത്തികൾ നിറവെന്ന പദ്ധതിയിൽ ചേർന്ന് മറ്റുള്ളവരെ സഹായിക്കുകയും ആത്മീയതയിൽ കുടുംബ പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒക്കെ ആയിട്ട് വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് വരുവാൻ സാധിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 11:24 പറയുന്നത്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. നമുക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കാം. വിജിൻ രാജിനും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.